ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൻ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ബീഫ് ബ്രിസ്ക്കറ്റും പുൾഡ് ബീഫും ഇത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് കൊച്ചി വൈറ്റിലെയുള്ള കഫേ മൂണിലേക്കാണ് പോകുന്നത്. യാത്ര തുടങ്ങുന്നത് നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നല്ലൊരു ഫുഡ് എക്സ്പീരിയൻസ് ലക്ഷ്യമിട്ടുള്ള ഒരു കുഞ്ഞു യാത്ര നമ്മുടെ വന്ദേ ഭാരതിൽ തന്നെ ആക്കി. ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ കയറുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ട്. വോട്ട് ചെയ്ത് നേരെ വിരലിലെ ആ മഷിയടയാളമൊക്കെ കാണിച്ച് ഞങ്ങൾ സീറ്റിൽ സെറ്റായി. ഇനി നേരെ എറണാകുളത്തേക്കാണ്. ട്രെയിൻ യാത്രകളിൽ എപ്പോഴും പ്രിയപ്പെട്ടത് ആ ജനലിലൂടെയുള്ള കാഴ്ചകളാണ്. നല്ല മനോഹരമായ ലാൻഡ്സ്കേപ്പുകൾ കണ്ട് അങ്ങനെ എറണാകുളം സ്റ്റേഷനിൽ ഇറങ്ങി ഇനി ഒട്ടും വഴുകണ്ട, നമുക്ക് നേരെ വൈറ്റിലെ കഫേ മൂണിലേക്ക് വിടാം. ഇതാണ് കഫേ മൂൺ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഊബർ വിളിച്ചു വന്നതുകൊണ്ട് കൃത്യം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സ്ഥലത്തെത്തി. ഞങ്ങൾ അധികം വൈകാതെ തന്നെ മുൻകൂട്ടി ഓർഡർ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കടയ്ക്കുള്ളിൽ കയറിയപ്പോൾ ചെറിയ ഡൈനിങ് ആണുള്ളതെങ്കിലും ബുക്കുകളും മറ്റുമൊക്കെ സെറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു. മുൻകൂട്ടി ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ ഫുഡ് വരാൻ ഞങ്ങൾക്ക് അധികം താമസമൊന്നും എടുത്തില്ല. ആദ്യം വന്നത് പുൾഡ് ബീഫാണ്. ആ ബീഫ് ഇങ്ങനെ പഞ്ഞി പോലെ അടർത്തിയെടുത്തിരിക്കുന്നത് കണ്ടോ? കഴിക്കുമ്പോൾ ആ മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഇനി നമ്മുടെ മെയിൻ ഐറ്റംസ് ബീഫ് ബ്രിസ്ക്കറ്റ്. സംഗതി ശരിക്കും ജ്യൂസിയാണ് കേട്ടോ. ആ മീറ്റ് എത്രത്തോളം സോഫ്റ്റാണെന്ന് വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറാണ്. എന്തായാലും ഞങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. മാഷാ അല്ലാഹ്, വളരെ ടേസ്റ്റി തന്നെയായിരുന്നു. ഇനി എൻ്റെ കൂടെ വന്നിട്ടുള്ള എൻ്റെ സുഹൃത്ത് അനിയേട്ടൻ്റെ ഊഴമാണ്. അദ്ദേഹം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിനു മുമ്പ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതിന് സമാനമായ ഭക്ഷണങ്ങൾ അദ്ദേഹം കഴിച്ചിട്ടുണ്ടെങ്കിലും നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ബീഫ് ബ്രിസ്ക്കറ്റ് കഴിക്കുന്നത്. വളരെ നല്ല ജ്യൂസിയും ടെൻഡറുമാണ് സാധനം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും അഭിപ്രായം. എന്തായാലും ഞങ്ങളും അനിയേട്ടനും അനിയേട്ടൻ്റെ ഫാമിലിയും എല്ലാവരും വളരെ ആസ്വദിച്ച് തന്നെ അത് കഴിച്ചു. ഇനി ഇതിൻ്റെ വിലയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 200ഓളം ഗ്രാം തൂക്കം വരുന്ന ഒരു ഭാഗത്തിന് ഏകദേശം 1050 മുതൽ 1150 രൂപ വരെയാണ് വില വരുന്നത്. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ വില അല്പം കൂടുതലായി നമുക്ക് തോന്നുമെങ്കിലും കേരളത്തിലുള്ള എല്ലാ കടകളിലും ഏകദേശം ഇതേ വില തന്നെയാണ് വരുന്നത്. കാരണം 6 മുതൽ 10 മണിക്കൂറോളം പുകയോടുകൂടിയ കനലിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം വില വരുന്നത്. എന്തു തന്നെയായാലും ബീഫിൻ്റേതായ ഒരു തനതായ ടേസ്റ്റ്, ഒരു ഒതൻറ്റിക് ടേസ്റ്റ് ഇതിന് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാവരും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. താങ്ക് യു.